ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. നമുക്ക് വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയുമുള്ള യോഗ എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ശാരീരികവും മാനസികവും ആത്മീയവുമായ പരിശീലനമാണ് യോഗ. ഇത് വെറുമൊരു വ്യായാമമുറ മാത്രമല്ല, മറിച്ച് ഗൗരവമേറിയ രോഗലക്ഷണങ്ങളെ ലഘൂകരിക്കുന്നത് മുതൽ ശാരീരിക സൗഖ്യം വർദ്ധിപ്പിച്ച് ആരോഗ്യം നിലനിർത്തുന്നതിന് വരെ ഏറെ സഹായകമാണ് യോഗ. പ്രായഭേദമന്യേ ഏവർക്കും അഭ്യസിക്കാവുന്ന ഒന്നാണിത്. സംസ്കൃതത്തിൽ നിന്നുമാണ് യോഗ എന്ന വാക്കുദ്ഭവിച്ചത്. ശരീരത്തിന്റെയും ബോധത്തിന്റെയും ഐക്യത്തെ പ്രീതിപ്പെടുത്തുക അല്ലെങ്കിൽ ഒന്നിപ്പിക്കുക എന്നാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായ യോഗയ്ക്ക് ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. 2014 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിലാണ് യോഗാ ദിനമെന്ന ആശയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്നത്. 2015 മുതൽ ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിച്ചു വരുന്നു. വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വളരെ സഹായകമാണ് യോഗ. ഇത് അഭ്യസിക്കുന്നതിലൂടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ശരിയായ പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുമെന്നാണ് വാദം. കൂടാതെ രോഗപ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ യോഗ സഹായിക്കുമെന്നും പല പഠനങ്ങളും പറയുന്നു. സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ യോഗയ്ക്ക് വളരെ വലിയ പങ്കാണ് വഹിക്കാൻ സാധിക്കുക. തിരക്കേറിയ ജീവിതത്തിനിടയിൽ അല്പസമയം യോഗയ്ക്കായി മാറ്റിവെക്കാം, ആരോഗ്യം സംരക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.